ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ടർ ആദ്യം അറിയിച്ച വാർത്തയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ? ആ സിനിമയുടെ സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗികാതിക്രമ കേസ്. ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറിയെന്ന നടിയുടെ പരാതിയിലാണ് എറണാകുളം സൗത്ത് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BNS 74, 75 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. 2022 ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറി എന്നാണ് കേസ്. വിദേശത്തുള്ള നടിയുടെ മൊഴി ഓൺലൈനായിട്ട് രേഖപ്പെടുത്തി. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഈ 2022 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇപ്പോൾ 3-3.5 വർഷമായി. അതിനുശേഷമാണ് ഇപ്പോൾ പരാതിയുമായിട്ട് ഈ നടി വരുന്നത്. എന്താണ് ഈ പരാതി ഉണ്ടാവാനിടയായ സാഹചര്യം ശരൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നമുക്കറിയാം വലിയ ഹിറ്റായ പടമാണ്. 200 കോടിയിലധികം കളക്ഷൻ നേടിയെന്ന് ഈ അണിയറ പ്രവർത്തകർ പറയുന്ന ഒരു സിനിമ കൂടിയാണ്. ആ സിനിമയുടെ സംവിധായകനായ ചിദംബരത്തിനെതിരെ ഇപ്പോൾ ലൈംഗിക അതിക്രമ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ഇമെയിൽ മുഖേന, അതായത് ഈ പരാതിക്കാരിയായ നടി വിദേശത്താണുള്ളത്. അവർ ഇമെയിൽ മുഖേന ഒരു പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ സൗത്ത് പോലീസ് ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായി പറയുന്നത് 2022 ഇളംകുളത്തെ ഒരു ഫ്ളാറ്റിൽ താൻ താമസിക്കുകയായിരുന്നു. ആ താമസിക്കുന്നതിനിടയിൽ ചിദംബരം ഈ ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ച് കയറുകയും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് BNS 74, 75 വകുപ്പുകൾ പ്രകാരം ചിദംബരത്തിനെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ വിദേശത്തുള്ള നടിയുടെ മൊഴി ഓൺലൈനായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കേസ് എടുക്കാനുള്ള നടപടികളിൽ കൂടി പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് പ്രധാനമായും പറയുന്നത് 2022 നടന്ന സംഭവമായതിനാൽ തന്നെ ചില തെളിവുകൾ ശേഖരിക്കേണ്ടതുള്ളതാണ്. അങ്ങനെ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ചിദംബരത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. എന്തായാലും വൈകാതെ തന്നെ ചിദംബരത്തിന്റെ ചോദ്യം ചെയ്യലുണ്ടാകും. ഇതോടൊപ്പം തന്നെ ചിദംബരത്തിന്റെ പ്രതികരണവും പ്രധാനമാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ, അതായത് നിലവിൽ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമെന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്.